അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ നമ്മുടെ ബൈക്കിലിരിക്കുന്ന കാറ്റ് സൈലൻസർ മാറ്റിയിട്ട് നമുക്കതിലൊരു ചേമ്പർ സൈലൻസർ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന സൈലൻസർ ഇതാണ്. ഇത് പ്രോട്ടോൺ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഇത് ഞാൻ 2013-14 ഒരു സമയത്ത് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 2017 വരെ ഞാൻ വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ നാട്ടിലെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഒഴിവാക്കി ഊരി വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതിന് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനും മറന്നുപോയി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന സ്റ്റോക്ക് കാറ്റ് സൈലൻസിൻ്റെ സൗണ്ട് ഒന്ന് വെച്ച് തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ എൻജിൻ കാർഡ് അങ്ങോട്ട് അഴിക്കണം. ടൈറ്റായിരിക്കും. എൻജിൻ കാർഡ് അഴിച്ചു. അടുത്തായിട്ട് ഈ ഒരു നട്ട് പിന്നെ ഇത് രണ്ടാണ് അഴിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് തുരുമ്പ് കാണും. ഒന്ന് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് WD-40 അടിച്ചു കൊടുത്തേക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് അത് ഊരിയെടുക്കാൻ നോക്കാം. നമുക്ക് ഈ ഒരു ഷീൽഡ് അതിന് അഴിച്ചെടുക്കാം. മൊത്തം പായ്ക്കായിരിക്കണം. ഓക്കെ, അതങ്ങനെ ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ക്ലാമ്പ് അഴിച്ചെടുക്കണം. എങ്കിൽ നമുക്ക് ഈ ഒരു നട്ടഴിക്കാൻ പറ്റത്തുള്ളൂ. ചെയ്ത് ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ മുട്ടി നിൽപ്പുണ്ട്. നമുക്ക് ഇതൊന്നും അഴിച്ചെടുക്കാതെ അങ്ങനെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അതിന് പറ്റിയ ടീസ്പാൻഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്ലെയറൊക്കെ വെച്ച് അഴിച്ച് കുറച്ച് ബാക്കിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്പാൻഡർ കയറാനുള്ളൊരു സ്പേസ് ഉണ്ട്. നമുക്ക് നോക്കട്ടെ. ഇനിയിപ്പോൾ ഹെഡിൻ്റെ അവിടെ നിന്ന് വരുന്ന സൈലൻസറിൻ്റെ ഒരു നട്ടഴിച്ചെടുക്കാം. അത് നോക്കാം. അങ്ങനെ ആ 2 നട്ട് അവിടെ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു നട്ടും പോയിട്ടാണ് അഴിച്ചെടുക്കേണ്ടത്. അങ്ങനെ നട്ടും പൊട്ടൊക്കെ അഴിച്ച് ഇതൊന്ന് എടുക്കുന്ന കാര്യമാണ്. അങ്ങനെ കുറച്ച് നടത്ത് പണിക്ക് ശേഷം അവിടെ നല്ല കുറച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല വെയിറ്റ് കൂടെ ആയതുകൊണ്ടേ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തിരിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ട് ഞാൻ കടയിൽ കൊണ്ടുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു 6 വർഷത്തെ ഉപയോഗത്തിന് ശേഷം ക്യാറ്റ് ഊരി മാറ്റിയേക്കാണ്. അങ്ങനെ നമ്മുടെ സൈലൻസറൊക്കെ അഴിച്ചെടുത്ത് അടുത്തത് ചെയ്യാനുള്ള
ലൂസാക്കണം. എന്നിട്ട് വേണം നമുക്ക് ടൈറ്റ് ചെയ്യാൻ. ഇതൊന്ന് അഴിച്ചു കൊടുക്കണം. സപ്പോർട്ടിന് വേണ്ടി അവിടെ ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ബാക്കി ടൈറ്റ്. ഇനി അതിൻ്റെ സെൻറ്റർ ബോൾട്ട് ടൈറ്റ് ചെയ്യണം. ഒരു സൈലൻസർ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നല്ല പണിയാണ്. ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ ഒരു സൈലൻസർ ചേഞ്ച് ചെയ്തതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. അടുത്ത നമുക്കിത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൗണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആദ്യത്തെ സൗണ്ട് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അപ്പോൾ അതും പിന്നെ ഇപ്പോഴത്തെ ഈ സൗണ്ടും ഇതിലേതാ നല്ലതെന്ന് വീഡിയോ എടുക്കാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പറഞ്ഞോളൂ, എന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഏതായിരുന്നു ഇഷ്ടപ്പെട്ടതെന്ന്. ഇതാണിപ്പോൾ നമ്മുടെ ആ ഒരു ചേമ്പർ സൈലൻസർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്ക്. ഞാൻ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ നേരത്തെ പഴയ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി പോകും അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എൻജിൻ കാർഡ് സെറ്റ് ചെയ്തിട്ടില്ല. വെച്ചാൽ ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം തന്നെ വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചില്ല ഇപ്പോൾ എൻജിൻ കാർഡ്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.